പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം. എന്നെ സ്നേഹിച്ച എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. Exodus chapter 20 verse 6. But showing love to 1,000 generations of those who love me and keep my commandments. Amen. 1-ാം വചനത്തിൽ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വചനം. ദൈവം ഈ വചനങ്ങളെയൊക്കെയും അരുളി ചെയ്തു. അപ്പോൾ ദൈവം അരുളി ചെയ്ത വചനമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ദൈവത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നമ്മുടെ ദൈവം ദയ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മോടുള്ള യഹോവയുടെ ദയ വലിയതാകുന്നു. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെ, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ ഫാമിലിയെ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ റിലേഷൻസ് എല്ലാവരെയും നാം സ്നേഹിക്കുന്നു. പലപ്പോഴും മനുഷ്യരുടെ സ്നേഹമൊക്കെയും മായയായിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നാം സ്നേഹിക്കുന്ന മനുഷ്യർ നമ്മെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. നമ്മുടെ കഷ്ടകാലത്ത്, നമ്മുടെ വേദനയുടെ സാഹചര്യങ്ങളിൽ നാം സ്നേഹിച്ചതുപോലെ അവർ നമ്മെ സ്നേഹിക്കണമെന്നില്ല. ഹല്ലേലൂയ. മനുഷ്യരുടെ സ്നേഹമൊക്കെയും കുറഞ്ഞു പോകും. പ്രത്യേകിച്ച് അന്ത്യകാലത്ത് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തു പോകും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, വീണ്ടും നാം ദൈവത്തെക്കാളുപരി ഏത് ബന്ധങ്ങളെയും ഏത് മനുഷ്യരെ സ്നേഹിച്ചാലും അത് വ്യർത്ഥമത്രേ. ആയതിനാൽ ഈ നാളുകളിൽ മനുഷ്യരൊക്കെയും മാറിപ്പോകും. ആ വാക്ക് മാറും, അവരുടെ സ്നേഹം കുറഞ്ഞു പോകും, വാത്സല്യം കുറഞ്ഞു പോകും. നാം അനുഗ്രഹത്തിലിരിക്കുമ്പോൾ, മാനിക്കപ്പെട്ടിരിക്കുമ്പോൾ, സുഖത്തോടെ ഇരിക്കുമ്പോൾ, സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എല്ലാവരും നമ്മെ കൂടെ ചേർക്കും. എന്നാൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യരാകുന്ന പലരും നമ്മെ വിട്ട് മാറിപ്പോകും. സ്തോത്രം. മിത്രങ്ങളൊക്കെ ശത്രുക്കളായിത്തീരും. എന്നാൽ എല്ലാ സാഹചര്യത്തിലും എല്ലാ കാലത്തും നമ്മെ ഒരുപോലെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ആ സ്വർഗസ്ഥനായ പിതാവിന് തന്നെ നാം എപ്പോഴും സ്നേഹിക്കുകയാണെങ്കിലും ആ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് നമ്മൾ സ്ഥാനം കൊടുത്ത് ദൈവകൽപ്പനകളെ നാം അനുസരിക്കുകയാണെങ്കിലും ആ ദൈവത്തിൻ്റെ ദയ പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും യഹോവയുടെ ദയ നമ്മെ വിട്ട് ഒരു നാളും മാറിപ്പോകുകയില്ല. ആരെല്ലാം നമ്മോട് ദയ കാണിച്ചില്ലെങ്കിലും, കരുണ കാണിച്ചില്ലെങ്കിലും, ചേർത്ത് പിടിച്ചില്ലെങ്കിലും, സ്തോത്ര വാത്സല്യം കാണിച്ചില്ലെങ്കിലും നമ്മോടുള്ള യഹോവയുടെ ദയ വലിയതാകുന്നു. ആ കർത്താവിൻ്റെ ദയ നമ്മോട് കൂടെ ഇരിക്കും. നാം എന്നും മുടിഞ്ഞു പോകാതിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ദയയാകുന്നു. സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നമുക്ക് പറയാമല്ലേ, എത്ര ഭാരങ്ങൾ, നിരാശകൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ ദയ ഒന്ന് മാത്രം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് നാം ഇന്നും നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇന്നും നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കും തലമുറകളുടെ തലമുറ വരയ്ക്കും 1000 തലമുറ വരെ ദയ കാണിക്കുവാൻ നമ്മുടെ കർത്താവ് സ്തോത്രം സ്നേഹവാനായ ദൈവമാണ്. എന്നാൽ ആ ദൈവത്തെ നാം സ്നേഹിക്കണം. സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ 5-ാം വചനത്തിൽ നാം വായിക്കുന്നു, എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. സ്തോത്രം. നാം ദൈവത്തെ പഹിക്കുന്നവരാണെങ്കിൽ, അതായത് നാം ദൈവത്തെക്കാളുപരി മനുഷ്യനെയോ യാതൊന്നിനെ സ്നേഹിച്ചാലും അവിടെ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു. നാം ദൈവത്തെ പഹിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെക്കാൾ ഉപരി നാം മനുഷ്യരുടെ കൽപ്പനകളെ ഭയപ്പെട്ട്, മനുഷ്യരുടെ ആലോചനകൾക്ക് മാത്രം കീഴ്പ്പെട്ട്, നമ്മുടെ ഇഷ്ടത്തിനും മറ്റു ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ മാത്രം നോക്കി നാം ജീവിക്കുന്നവരാണെങ്കിൽ നാം അവിടെയും ദൈവത്തെ പഹിക്കുന്നു. അങ്ങനെ നാം ദൈവത്തെ പഹിക്കുന്നവരാണെങ്കിൽ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ കർത്താവ് സന്ദർശനം അയക്കും. സ്തോത്ര. പിതാക്കന്മാരുടെ അകൃത്യം അവരുടെ മേൽ കർത്താവ് ചുമത്തും. എന്നാൽ ഏത്
കാലത്തും എന്ത് സാഹചര്യത്തിലും ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കോ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെയല്ല, 1000 തലമുറ വരെ നമ്മുടെ ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. സ്തോത്രം. ജെയിംസ് chapter 4:4. Don't you know that friendship with the world means enmity against God? Therefore, anyone who chooses to be a friend of the world becomes an enemy of God. Hallelujah. നാം എപ്പോഴാ ദൈവത്തെ പാലിക്കുന്നത്, എപ്പോഴാ ദൈവത്തിൻ്റെ ശത്രുക്കളായി തീരുന്നത്? നാം ലോകത്തെ സ്നേഹിക്കുമ്പോൾ. ആമേൻ. സ്തോത്രം. ലോകത്തിൽ ഉള്ളതിനെ നാം സ്നേഹിക്കുമ്പോൾ. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നു. സ്തോത്രം. ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിൻ്റെ സ്നേഹമില്ല. പിതാവ് നമുക്ക് നൽകിയ സ്നേഹം എത്ര വലിയ സ്നേഹമാണെന്ന് അതേ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മെ സ്നേഹിച്ച ആ ദൈവത്തെ ആഴമായി നമുക്ക് സ്നേഹിക്കാം. നമുക്ക് വേണ്ടി രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത ആ യേശു കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. നമ്മെ ഓരോ നാളും ഗൈഡ് ചെയ്യുന്ന, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് നല്ല കൗൺസിൽ തന്ന് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാം. ആമേൻ. സ്തോത്രം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ നാം സ്നേഹിച്ച ഈ വേദപുസ്തകത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനകളെ നാം പ്രമാണിച്ച് നാം ജീവിക്കുന്നവരാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും പർവ്വതങ്ങൾ വിട്ടുമാറിയാലും കുന്നുകൾ നീങ്ങിയാലും, സ്തോത്രം, ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ദയ നമ്മോട് കൂടിയിരിക്കും. നിന്റെ ദയ എന്നെ താങ്ങി എന്ന് ഭക്തൻ പറയുന്നു. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ദയ നമ്മെ താങ്ങും, നമ്മെ കരം പിടിച്ച് നമ്മെ വഴി നടത്തും, നമ്മോട് കൂടെയിരിക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലും പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. ആയതിനാൽ ദൈവത്തെ സ്നേഹിച്ച ദൈവകൽപ്പനകളെ പ്രമാണിക്കാം. 1000 തലമുറ വരെ നമ്മുടെ ദൈവം നമ്മോട് ദയ കാണിക്കുവാൻ വിശ്വസ്തനായ ദൈവമാ. ലോകസ്നേഹം മാറിപ്പോകും, യേശുവിൻ്റെ സ്നേഹം മാറുകയില്ല. യേശുവിനെ സ്നേഹിക്കാം, യേശുവിൽ വിശ്വസിക്കാം. ആമേൻ. കർത്താവ് നമ്മെ സ്നേഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായ സ്തോത്രം. അതേ നാഥ, ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, ഈ നാളുകളെ അങ്ങേ ആഴമായി സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിച്ച് കർത്താവേ ഒരു വിശുദ്ധ ജീവിതവും കർത്താവേ സ്തോത്രങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദയ ഞങ്ങളെ വിട്ട് ഒരു നാളും മാറിപ്പോകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. യേശുവേ, സ്തോത്രം. അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിൽ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതേ കർത്താവ്, അങ്ങയുടെ കരുണയും അങ്ങയുടെ ദയയും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.